angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to Get Ready with me from കൊട്ടാരക്കര for a സംഗീത് ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ 2 വ്ളോഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും നമ്മൾ കൊട്ടാരക്കരയിലായിരുന്നു, കല്യാണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സംഗീതത്തിന് പോകാൻ വേണ്ടി റെഡി ആവാണ്. അപ്പോൾ വാവയും ഞാനും കിരണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വ്ളോഗ് കണ്ടവർക്ക് അറിയണ്ടാവും. അപ്പോൾ ഞാൻ മുടിയൊക്കെ ആദ്യം തന്നെ കേൾ ചെയ്ത് വെച്ചു കേട്ടോ, എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഹെഡ് ബാൻഡ് അടിപൊളി സാധനമാണ്, 250 രൂപ എന്നുകൊണ്ട് ആയതാണ്. പക്ഷേ സൂപ്പറാണ്. ഞാൻ എൻ്റെ ഹോൾ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. കമ്മിങ് വീക്കിൽ നമുക്ക് ഈ ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനത്തിൻ്റെ ഹോൾ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. മേക്കപ്പിനും സ്കിൻ കെയറിനും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പും ഇതെൻ്റെ സ്കിൻ കെയറിൻ്റെ ബാഗാണ്. സ്കിൻ കെയർ മേക്കപ്പ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഫംഗ്ഷനാണ്, കുറച്ച് ഗ്ലോസി ആയിട്ടിരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനും ബാക്കി പ്രൊഡക്ട്സും എനിക്ക് എത്രത്തോളം ഫേവറേറ്റ് ആണ്. അപ്പോൾ ആ ഒരു നല്ലൊരു സ്മൂത്ത് നമ്മുടെ സ്കിൻ എന്തൊക്കെയാണ് ഞാൻ പ്രെപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ കോസറക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് സ്കിന്നിലേക്ക് നന്ന് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹൈഡ്രേഷന് വേണ്ടി കുറച്ചും കൂടി ഇടിക്കട്ടെ എന്ന് വിചാരിച്ചു. വെള്ളം കൂടിയൊക്കെ ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര കുറവാണ്. അപ്പോൾ സ്കിൻ ഭയങ്കരമായിട്ട് ഫൗണ്ടേഷൻ വലിച്ചെടുക്കും. നമ്മളപ്പോൾ ഭയങ്കര ഡ്രൈഡ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എക്സ്ട്രാ വെള്ളം കുടിക്കുന്നത്, നമ്മൾ ഇത് കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. അക്വാലജിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അതെൻ്റെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസം വരെ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിടാമല്ലോ. അപ്പോൾ എൻ്റെ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സെയിം ക്ലിനിക്കിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത മോയ്സ്ചറൈസറാണ്, അതാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഞാൻ എന്നിട്ടാണ് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കൊടുക്കുക. ഇത് ഇച്ചിരി തിക്കാണ് കേട്ടോ, ഭയങ്കര തിക്കാണ്. അതുകൊണ്ട് എനിക്ക് ഡേ ടൈം ഒന്നും ഇടാൻ വലിയ താല്പര്യമില്ല. ഞാൻ നൈറ്റാണ് കൂടുതൽ ഇടുന്നത്. പക്ഷേ 10 ദിവസം വരെ നമ്മളിത് സ്ട്രിക്ട്ലി ഇട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷന് വേണ്ടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മോയ്സ്ചറൈസറൊക്കെ നന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിക്ക് നടക്കാം. ദാറ്റ് ഈസ് മേക്കപ്പ്, വിച്ച് ഇസ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ. അപ്പോൾ സ്കിൻ ഒന്നും കൂടി തിളങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് മാക്കിൻ്റെ പ്രൈമറാണ് ഞാൻ ഇടുന്നത്. ഇത് മറ്റേ സ്ട്രോബ് ക്രീമാണ് കേട്ടോ. വേറെ പ്രെപ്പ് ആൻഡ് പ്രൈം എന്ന് പറഞ്ഞിട്ട് സാധനമാണത്, നല്ലതാണ്. അപ്പോൾ ഭയങ്കര വെട്ടിത്തിളക്കമൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ലൊരു പ്രൈമറായിട്ടും നല്ലൊരു സട്ടിൽ ഗ്ലോ കിട്ടാൻ വേണ്ടി ഇത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് എൻ്റെ ഫേസിൽ ഫുള്ള് നന്നായിട്ടൊന്ന് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫൗണ്ടേഷൻ എന്ന കർമ്മത്തിലേക്ക് നമുക്ക് പയ്യെ കടക്കാം. ഫൗണ്ടേഷന് വേണ്ടി സ്കിൻ അടിപൊളിയായില്ലേ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ 2% നയസിനമൈഡിൻ്റെ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. മക്കളെ, നിങ്ങൾ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ ഒലിച്ചു പോകുന്നുണ്ട് എന്നുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാർ വേഗം തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ. ബിക്കോസ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ കല്യാണത്തിന് ഇത് തന്നെ കൊണ്ടുവന്നത്. ബിക്കോസ് എനിക്കത് 2-3 വർഷം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ബിക്കോസ് ഇത് അനങ്ങത്തില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നാട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. എന്താ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ വേർത്ത് ഒലിക്കത്തേയില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ഫൗണ്ടേഷൻസ് ഒക്കെ ഇട്ടാൽ നന്നായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. വല്ല പാർട്ടിക്കൊക്കെ പോയി ഡാൻസ് കളിച്ചാൽ മാത്രമേ ഫൗണ്ടേഷൻ ഒലിക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ത് ഫൗണ്ടേഷൻ ഇട്ടാലും ഒലിക്കും. പക്ഷേ ഞാൻ അതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫൗണ്ടേഷൻ ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ അനങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞങ്ങൾ ഫംഗ്ഷന് പോയി വേർത്ത് കുളിച്ചു, ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു, ഡാൻസ് കളിച്ചു, എന്നിട്ടൊന്നും ഈ ഫൗണ്ടേഷൻ മാറിയില്ല, അനങ്ങിയില്ലെന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കൺസീലറായിട്ട് ഇടുന്നത് ടാറ്റിൻ്റെ കൺസീലറാണ്. നല്ല അടിപൊളി കൺസീലറാണ് കേട്ടോ. എൻ്റെ കുഞ്ഞ് സൈസാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്, പിന്നെ നമ്മൾ ഫുള്ള് സൈസ് വാങ്ങിച്ചു. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ആദ്യം ഞാൻ കണ്ണിൻ്റെ ഐലിഡിൻ്റെ മുകളിൽ മാത്രമേ ഇടുന്നുള്ളൂ. ബിക്കോസ് നമുക്ക് ഐ ഷാഡോ ഇട്ടിട്ട് നമുക്ക് അടിയിൽ നമുക്ക് ബാലൻസ് പിന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു തുള്ളി ഇട്ടാൽ മതി കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് നിറച്ച് നല്ല കവറേജാണ്. ഇനി ഞാൻ മേക്കപ്പ് ഫോർ എവർ 52ൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഇടുന്നത്. എൻ്റെ ഫേവറേറ്റ് കോമ്പാക്റ്റാണ്. നമുക്കിത് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് വേണമെങ്കിൽ ഇടാം, ഒരു പൗഡർ ഫൗണ്ടേഷൻ ആയിട്ട് വേണ്ടി ഇടാൻ വേണ്ടി സംഭവമാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. കോമ്പാക്റ്റൊക്കെ നന്നായിട്ട് നമ്മൾ സെറ്റായതിന് ശേഷം ഞാൻ ഒരു ബ്രൗൺ സോഫ്റ്റ് ഭയങ്കര ഹെവി ഇന്ത്യൻ സ്മോക്കി ആയല്ല, ഒരു സോഫ്റ്റ് സ്മോക്കി ആയാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഈവനിങ് ഫംഗ്ഷനാണ്, നമുക്ക് ബ്ലാക്കാണ് തീം. അപ്പോൾ എൻ്റെ ബ്ലാക്ക് ലെഹങ്ക പോലത്തെ സാധനമാണ്, ലെഹങ്ക ചോളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ മാക്കിൻ്റെ കാജൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് സ്മോക്ക് ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ വാട്ടർ ലൈനിൻ്റെ എന്തൊക്കെ പറഞ്ഞു ആ മേളിൽ നിന്ന് എഴുതിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ നമ്മൾ മറ്റേ കണ്ണിൽ ചെയ്ത് കൊടുക്കുകയാണ്. ആ കണ്ണും കൂടി സ്മജ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി ബ്ലാക്ക് കളർ നമ്മുടെ ഹുഡ ബ്യൂട്ടിൻ്റെ പാലറ്റിൽ നിന്ന് എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാജൽ നന്നായിട്ട് അവിടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാനും പിന്നെ കുറച്ച് ഇൻറ്റൻസിഫൈ ചെയ്യാനുമാണ് അത് ചെയ്യുന്നത്. ഈവൻ ഭയങ്കര ഹെവി സ്മോക്കിയായി അല്ലെങ്കിൽ കൂടി നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഈ മുഖം ഇങ്ങനെ പിടിച്ചേക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ അറിയാണ്ട് വന്ന് പോണതാണ്. അതിനുശേഷം ഞാനൊരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് സ്മജ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ
പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്മോക്കിയാണ്. ഇത് ഡേ ഫംഗ്ഷൻ ഇടാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ സട്ടിലായിട്ടുള്ള സ്മോക്കിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളർ എടുത്തിട്ട് കേട്ടോ, നന്നായിട്ട് ഒരു സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലീൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഒന്ന് സൂപ്പറായിട്ട് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുകളിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു, ആ ഐസ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കൺസീലർ കണ്ണിൻ്റെ അടിയിലിടാം. അപ്പോൾ അടിയിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ താഴ്ത്തും ആൻഡ് ഓൾസോ നമ്മളുടെ ആ ഒരു നല്ല ഷാർപ്പ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഐ ഷാഡോൻ്റെ അവിടെ ഭാഗത്തും കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം നല്ല ഫിനിഷിംഗ് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുമാരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഈ ഒരു ടെക്നീക്കാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ണിന് മേലെ കൺസീലറും ഐഷാഡോ ഇട്ടിട്ട് മാത്രമേ കണ്ണിൻ്റെ അടിയിൽ ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഫേസ് കോൺടോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നൈക്കേൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ട്രയാങ്കിൾ കോൺടോർ ഹാക്ക്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹാക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഈ ഒരു ഹാക്കാണ് ഞാൻ അന്ന് ജീന ചേച്ചിയുടെ അടുത്ത് നിന്ന് പഠിച്ചതിന് ശേഷം ഈ ഒരു ഹാക്ക് മാത്രമേ ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ. ബിക്കോസ് ഇതാണ് കുറച്ചും കൂടി ഭംഗി, നന്നായിട്ടൊന്ന് ചിസിൽഡ് ആയിട്ടിരിക്കണം അതെനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ എഫക്റ്റ് ഭയങ്കര രസമാണ്. നമ്മുടെ ഫേസ് നല്ല ചിസിൽഡായിട്ട് തോന്നും, നല്ലൊരു കോൺടോർഡ് നല്ല രസമായിട്ട് ഫേസ് ചെയ്യണം അതേ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ ഫേസ് ഫുള്ളും നന്നായിട്ട് ചറപറ എന്ന് കോൺടോർ ചെയ്യാണ്. പിന്നെ നോസ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ നോസ് എപ്പോഴും കൈവച്ച് ചെയ്യണമെന്ന് നല്ലത്. ബിക്കോസ് ഞാൻ കുറേ നാൾ എനിക്ക് ഫൗണ്ടേഷനും കൺസീലറും കോൺടോറൊക്കെ കൈവച്ച് തൊടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കോൺടോർ എസ്പെഷ്യലി കൈവച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഒരു ഫിനിഷിംഗ് കിട്ടി തുടങ്ങിയത്. ഇനി നമുക്ക് മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷ് എടുക്കാം, എന്നിട്ട് നമുക്കത് ഫേസ് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ക്രീം പ്രൊഡക്ട്സാണ് ഇഷ്ടം. ബിക്കോസ് ക്രീം പ്രൊഡക്ട്സ് തരുന്ന ഒരു ഫിനിഷ് എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവൽ ഫിനിഷാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വാവ ലൈറ്റ് കളിക്കുന്നത് കൊണ്ടാണ് ഈ ബാക്കിൽ ഒരു DJ എഫക്റ്റ് കേട്ടോ. പിന്നെ അവിടെ കിരൺ കുളിച്ചിട്ട് അവിടെ ടോപ്ലെസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് കവർ ചെയ്തത്. കാണണ്ടല്ലോ, വെറുതെ എൻ്റെ ഭർത്താവ് അങ്ങനെയൊക്കെ നടക്കണം നിങ്ങൾ കാണണ്ടെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാൻ ന്യൂഡ് സ്റ്റിക്സിൻ്റെ ഹൈലൈറ്ററാണ് ഇട്ടത്. എനിക്ക് ന്യൂഡ് സ്റ്റിക്സിൻ്റെ പ്രൊഡക്ട്സ് അങ്ങനെ വലിയ താല്പര്യമൊന്നും വന്നില്ല. മേ ബി എൻ്റെ ഒരു പ്രിഫറൻസ് അതല്ലായിരിക്കും. ഞാൻ ഈ ബ്ലഷും ഹൈലൈറ്റും കൂടെയുള്ള ഒരു കോംബോ ആണ് വാങ്ങിയത്. ഭയങ്കര സട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സട്ടിലാണ്. എൻ്റെ ടെക്സ്ചേർഡ് സ്കിന്നൊക്കെ ആയതുകൊണ്ടും എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇത് എഫക്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. മേ ബി ഗ്ലാസ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് ഭംഗിയുണ്ടാവും. എൻ്റെ സ്കിന്നിൽ എന്തായാലും ഭംഗിയില്ല. എന്നാലും ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഈ സാധനം വാങ്ങിച്ചു പോയില്ല കാശും കൊടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഇടും. ഇനി ഞാൻ ഈ റീസെൻ്റ് നമ്മുടെ നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിൽ വാങ്ങിച്ച സാധനമാണ് ഷാർലറ്റ് ടിൽബറിയുടെ ഫ്ലോലെസ് പൗഡർ കേട്ടോ. എൻ്റെ അമ്മോ, ഞാനിങ്ങനെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന സാധനമാണ്. എനിക്ക് ഓഫറാണ് കിട്ടിയത്. ബട്ട് സ്റ്റിൽ 3000 സംതിങ് രൂപയായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഫിനിഷ് എന്ന് പറയുമ്പോൾ വേറെ ലെവൽ ഫിനിഷാണ്. ഞാനിങ്ങനെ പല പ്രാവശ്യത്ത് വാങ്ങണോ വേണമെന്ന് ആലോചിച്ചു. പക്ഷേ ജീന ചേച്ചിയുടെ കയ്യിലൊക്കെ ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ ജീന ചേച്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഓഫർ വരാൻ വേണ്ടി. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഷാർലറ്റ് ടിൽബറിൻ്റെ ഈ ഒരു ഫ്ലോലെസ് ഫിനിഷ് പൗഡർ. ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ അത് വെച്ച് ഫേസ് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലോവർ വാട്ടർ ലൈൻ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ലോവർ വാട്ടർ ലൈൻ നന്നായിട്ട് സൂപ്പറായിട്ട് എഴുതി കൊടുക്കണം. ആൻഡ് ഓൾസോ അത് സ്മോക്കി അതിൻ്റെ കൂടെ മാച്ച് ആവണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്യണമല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് തരം ഫേസാണ് നമ്മൾ അല്ലേ, എന്തൊക്കെ ഫേസ് കോപ്രായങ്ങളാണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കണത്. എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ പേടിയാവും. അതിൻ്റെ കൂടെ മസ്കാര ഇടുമ്പോഴത്തേക്കും അത് വേറെ ലെവൽ ഒരു മുഖപ്പെടുത്താണ്. എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുന്നതല്ലേ. പക്ഷേ ആ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ പിടിക്കുന്നതെങ്കിലും വീഡിയോ എടുത്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും. ഞാൻ ഓർത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ മോൻ പിടിക്കുമെന്ന് ഞാൻ ഓർക്കണത് ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഞാൻ മസ്കാര ഇട്ടിടാൻ വേണ്ടി പോകുന്നത് എസൻസിൻ്റെ മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ്. പണ്ട് നൈക്കയിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നൈക്കയിൽ അവൈലബിൾ അല്ല കേട്ടോ. ഇത് കിഡ്ലൻ സാധനമാണ്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ദുബായിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. അപ്പോൾ നമ്മൾ നല്ല ലോങ് ലാഷസ് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നല്ല വോള്യൂമിനസ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കിടലൻ മസ്കാര ഉള്ളത്. ആൻഡ് ഓൾസോ വളരെ ഈസിയാണ് വാഷ് ചെയ്ത് കളയാൻ. പക്ഷേ വാട്ടർ പ്രൂഫായിട്ട് നിൽക്കുകയും ചെയ്യും, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ കഴുകാൻ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ചില മസ്കാരാസ് ഈ കണ്ണിൽ നിന്ന് പോകാണ്ടാവാൻ മനുഷ്യൻ കലി വരും. നമ്മൾ പീലി എൻ്റെ കൂടെ അടർന്നു പോകില്ല. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയാണ് ഞാൻ ഓർത്തത് ഐബ്രോസ് ഞാൻ എഴുതിയില്ലല്ലോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഐബ്രോ പ്രിസിഷൻ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊന്നും നമ്മൾ ഹൈ എൻഡ് പ്രൊഡക്ട്സ് ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. 200 സംതിങ് രൂപ മാത്രമേ ഉള്ളൂ. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഹൂഡ ബ്യൂട്ടിനേക്കാൾ നല്ലതാണ്. അതാണ് എനിക്ക് ആകെ നിങ്ങളോട് പറയാനുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്തതിന് ശേഷം ഐബ്രോസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ സ്ഥിരം ചെയ്യും എന്തായാലും. ഇത്ര നാളും ഞാനത് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ വേണ്ടി പോവാണ്. ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ ക്രീസ് റേഞ്ചിലുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. അനങ്ങില്ല കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മേക്കപ്പ് അനങ്ങത്തും കൂടിയില്ല. അത്രയ്ക്കും നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. അഫോർഡബിൾ റേഞ്ചിൽ ക്രേസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റാണ്. ഇനി നമ്മൾ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഇതിനേക്കൊന്നും
എന്താ ഒതുക്കാണ്. ഇനി 2 ലിപ്സ്റ്റിക്സാണ് അപ്ലൈ ചെയ്യുന്നത്. സോറി 2 ലിപ്സ്റ്റിക്സ് അല്ല മക്കളെ, ഇത് ഒരു ലിപ് ലൈനറും നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ എന്താ പറയുക, സ്വിസ് ബ്യൂട്ടീൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് എന്തൊരു ഷെയ്ഡ്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട അല്ല, ആ ഷെയ്ഡ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്താ പറ്റിയത്, അത് കുറച്ച് ഡാർക്കായിപ്പോൾ നമ്മുടെ സ്മോക്കി അതിന് മാച്ച് ആവില്ല. അതുകൊണ്ട് ഞാൻ ഡാർക്ക് ലിപ് ലൈനർ കൊടുത്തിട്ട് എൻ്റെ നൈക്കേൻ്റെ ലക്സ് റേഞ്ചിലുള്ള ഒരു പിങ്ക് ലിപ്സ്റ്റിക് ഇട്ടു. ബിക്കോസ് എൻ്റെ ലെഹങ്ക ചോളിൻ്റെ അത് നിറച്ച് പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മാച്ച് ആവും. ഷെയ്ഡ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി എനിക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടത് ഇൻഡിവിജ്വൽ ലാഷസ് ആണ്. ഇൻഡിവിജ്വൽ ലാഷസ് വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഈ ലാഷ് ഗ്ലൂ നമ്മുടെ കണ്ണിൻ്റെ നിന്ന് പോവാൻ, പീലിൽ നിന്ന് പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. ലിറ്ററലി എപ്പോഴും നിങ്ങൾ ലാഷ് ഗ്ലൂ നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ ലാഷസ് വെക്കുകയാണെങ്കിൽ അടിയിൽ നിന്നാണല്ലോ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയണം. ഞാൻ പറിച്ചെടുക്കാൻ ശ്രമിച്ചത്, അത് പറിച്ച് കളയാൻ ശ്രമിച്ചിട്ട് എൻ്റെ കുറേ ലാഷസ് പറഞ്ഞു പോന്നു. പിന്നെ ഞാനത് പിറ്റേ ദിവസത്തെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണ വെച്ച് തന്നെ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എന്താ ഒരു സട്ടിൽ അന്ന് ആ ലാഷസ് വെച്ചിട്ടുണ്ട്, കണ്ണിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്നാൽ മറ്റ് ലാഷസ് വെച്ചാൽ ഒരു ഡ്രാമാറ്റിക് ലുക്കൂല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ പൊട്ട് തൊടുവാണ്. ബിക്കോസ് എന്തോ ലെഹങ്ക ഒക്കെ അല്ലേ, കുറച്ച് പൊട്ടൊക്കെ തൊടുമ്പോഴായിരിക്കും ഒരു ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ സിമ്പിൾ പൊട്ട്. ആൻഡ് ഇങ്ങനെയാണ് ഞാൻ മുടി കെട്ടിയതെങ്കിലും ഈ മുടി ഞാൻ മാറ്റി കെട്ടിയിട്ടാണ്. ബിക്കോസ് എനിക്ക് അഴിച്ചിട്ടിട്ട് മുടി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അഴിച്ചിട്ട മുടി അത്രയും ഞാനൊരു പോണിയാക്കിയിട്ട് കെട്ടി. അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടമായില്ല. ഇയറിങ്സ് ഒക്കെ ലുലു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലെഹങ്ക ചോളി. ഞാൻ പറഞ്ഞില്ല പിങ്ക് പൂക്കളൊക്കെ ഉണ്ടെന്ന്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 1700 റുപ്പീസ് ആയുള്ളൂ. നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വാവേനെ റെഡിയാക്കി. വാവയ്ക്കും ബ്ലാക്ക് ഡ്രസ്സ്, ഇതും ലുലു എന്നാണ് വാങ്ങിച്ചത്. പിന്നെ അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരു പിന്നൊക്കെ വെച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് ലിങ്ക്സിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.